ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1824. ഇന്ന് ഡിസംബർ മാസം 28-ാം തീയതി. ഈ ആണ്ടിലെ 363-ാമത്തെ ദിവസത്തിലെത്തി. പുതുവർഷത്തേക്കിനി 3 ദിനങ്ങൾ കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നല്ല പുതുവർഷത്തിനായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ചും ചിന്തിച്ചും ചില നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തും മുമ്പോട്ട് പോയാലോ. ക്രിസ്തുയേശു പറയുന്ന അതിമനോഹരമായ, അതിനേക്കാളും അപ്പുറത്ത് നമ്മളെ കുത്തി മുറിപ്പെടുത്തുന്നൊരു കഥയുണ്ട്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ. ആ കഥ അറിയാത്തവരും വായിക്കാത്തവരും ആരും തന്നെയില്ല. എന്നാലും ഒരു പുതുവർഷത്തേക്ക് അധിക മണിക്കൂറുകളൊന്നും ബാക്കിയില്ല. പ്രവേശിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമോ എന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി അനുതപിച്ച് ആലോചിച്ച് വിനയത്തോടെ കൃതജ്ഞതയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. 10,000 നാണയങ്ങൾ കടം കൊണ്ടവനെ രാജാവ് വിളിച്ചു വരുത്തുകയാണ്. അവന് കടം വീട്ടാൻ നിവൃത്തിയില്ല. രാജാവിൻ്റെ കൽപ്പന അവൻ്റെ സർവ്വ സ്വത്തുക്കളും ഭാര്യയും മക്കളും ഉൾപ്പെടെ എല്ലാത്തിനും വിറ്റ് കടം തീർക്കാനാണ്. അവൻ കാൽക്കൽ വീണ് ഒരു ഇളവ് അപേക്ഷിക്കുകയാണ്, ഒരു അവധി കൂടി. അവൻ്റെ ദയനീതിയിൽ അലിവ് തോന്നിയ, കരുണ തോന്നിയ ആ യജമാനനാവട്ടെ അവൻ്റെ കടം മുഴുവൻ ഇളച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കടം മുഴുവൻ ഇളച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ, ആശ്വാസത്തിൽ, സ്വസ്ഥതയിൽ മടങ്ങിപ്പോകുമ്പോൾ 100 രൂപ തരാനുള്ളവനെ അവൻ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. ഇതറിഞ്ഞ രാജാവ് അവനെ മടക്കി വിളിക്കുന്നു. അവന് കൊടുത്ത പൊറുതിയും മോചനവുമൊക്കെ തിരികെ എടുക്കുകയാണ്. അവനോട് പറയുന്നൊരു വചനമുണ്ട്. അതാണ് പുതുവർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലകത്തൊന്ന് എഴുതിയിടേണ്ടത്. ഞാൻ നിന്നോട് കരുണ ചെയ്തതുപോലെ നീ നിന്റെ സഹസേവകനോട് കരുണ ചെയ്യേണ്ടതായിരുന്നില്ലേ? ദൈവം എന്തുമാത്രം കരുണ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരോടും. ഓരോ ദിനവും അല്ല, ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരുണയിലും പൊറുതിയിലുമാണ് നമ്മൾ നിലനിൽക്കുന്നത്. എന്നിട്ടും എന്തേ അതൊക്കെ സ്വീകരിച്ച, അതിൻ്റെയൊക്കെ ആശ്വാസം അനുഭവിക്കുന്ന നമ്മൾ സഹജീവികളോട് അങ്ങനെ ആ കരുണയും കടവും തിരിച്ചു വീട്ടാത്തത് ദൈവസന്നിധിയിൽ അത് വലിയൊരു പാപമായിട്ട്, വലിയൊരു അകൃത്യമായിട്ട് മാറുന്നുണ്ട്. പുതുവർഷത്തിലേക്ക് നമ്മൾ എത്തുന്നതിനോട് ചേർന്ന് നമുക്കെല്ലാത്തിനോടും എല്ലാവരോടും ഒരു പൊറുതിയും വിടുതലുമൊക്കെ നൽകുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാം. കുറച്ചുകൂടി സ്വസ്ഥതയോടുകൂടി, ശാന്തതയോടുകൂടി, ഒരു ഭാരമില്ലായ്മയിൽ നമുക്ക് ഈ മണിക്കൂറുകളെ ഒന്ന് താണ്ടാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.